ശീതള പാനീയങ്ങളിലെ മധുരം ക്യാൻസറിന് കാരണമാവും. അല്ല, അപ്പൊ പഞ്ചസാര അല്ല അതിൽ ഉപയോഗിക്കുന്നത്, പഞ്ചസാര ക്യാൻസറിന് കാരണമാവില്ല. ഡയറ്റ് കോക്ക്, ഡയറ്റ് പെപ്സി തുടങ്ങിയ ശീതള പാനീയങ്ങളിൽ യോഗട്ട്, അതേപോലെ തന്നെ ഷുഗർ ഫ്രീ ഐസ്ക്രീംസ് തുടങ്ങിയവയിലെല്ലാം മധുരത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഒരിക്കലും പഞ്ചസാരയല്ല, മറിച്ച് അസ്പാർട്ടേം എന്ന രാസപദാർത്ഥമാണ്. എന്താണ് അസ്പാർട്ടേം? Chemically, aspartame is the methyl ester of dipeptides of two amino acids, that is L-aspartic acid and L-phenylalanine. എന്തുകൊണ്ടാണ് അസ്പാർട്ടേം ഇത്രയധികം പ്രാധാന്യം അർഹിക്കുന്നത്? സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ടേബിൾ ഷുഗറിനേക്കാൾ 200 മടങ്ങ് സ്വാദിഷ്ടമായതാണ് നമ്മളുടെ അസ്പാർട്ടേം. അതുകൊണ്ട് തന്നെ ലോ കലോറിഫിക് വാല്യൂ ആണ് അസ്പാർട്ടേമിനുള്ളത്. ഈ ഒരു കാരണം കൊണ്ട് തന്നെ ലോ ഷുഗർ ഫ്രീ പ്രോഡക്റ്റുകളുടെ ഏറ്റവും വലിയ കണ്ടന്റായി ഇന്ന് അസ്പാർട്ടേം മാറിയിരിക്കുന്നു. ഏകദേശം 6000-ഓളം പ്രൊഡക്റ്റുകളിൽ നമ്മുടെ ഗ്ലോബൽ മാർക്കറ്റിൽ ഇന്ന് അസ്പാർട്ടേം പ്രൊഡക്ട്സുകൾ ഉണ്ട്. 1961-ൽ ജെയിംസ് എം ഷാക്ലർ എന്ന അമേരിക്കൻ കെമിസ്റ്റ് വളരെ യാദൃശികമായാണ് അസ്പാർട്ടേമിന്റെ കണ്ടുപിടുത്തത്തിലേക്ക് എത്തുന്നത്. തന്റെ ആന്റി അൾസറസ് ഡ്രഗ് കണ്ടുപിടുത്തത്തിന്റെ ഭാഗമായി വളരെ യാദൃശികമായാണ് ഇത്തരത്തിലൊരു സ്വീറ്റ്നസ് അദ്ദേഹത്തിന് അനുഭവപ്പെട്ടത്. തുടർന്ന് ഇത് വിപണിയിലേക്ക് ഇറക്കാൻ തന്നെ ജെയിംസ് എം ഷാക്ലർ തീരുമാനിച്ചു. അങ്ങനെ 1985 അമേരിക്കൻ വിപണികളിൽ അസ്പാർട്ടേം സജീവ സാന്നിധ്യമായി മാറാൻ തുടങ്ങി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കണ്ടന്റ് എന്ന് പറയുന്നത് എങ്ങനെ ഇത്തരം രാസപദാർത്ഥങ്ങളിൽ അസ്പാർട്ടേം എത്തി നിൽക്കുന്നു എന്നതാണ്. WHO വൺ ഓഫ് ദ പോസിബിൾ ക്യാൻസറസ് ഡ്രഗ് ആയാണ് ഇപ്പോ അസ്പാർട്ടേമിനെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. സോ മൈ ഡിയർ സ്റ്റുഡൻസ്, ബിവെയർ ഓഫ് ദിസ് കൈൻഡ് ഓഫ് സോഫ്റ്റ് ഡ്രിങ്ക്സ് ആൻഡ് ബി സേഫ്.